ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന ഒരു കിഡിൽ ഓഫ് റോഡിങ് ഏരിയയിലോട്ടാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള സീരീസ് സ്പീഡുണ്ട്, ഗിയർ സൈക്കിളുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് നോക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ സ്പീഡ്. ഇത് രണ്ട് ഗിയർ സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾ അറിയാം ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിംഗിൾ സ്പീഡ് കൊള്ളത്തില്ല. അപ്പോൾ ഇതിന് സസ്പെൻഷൻ ഒന്നും ഇല്ല, സിംഗിൾ സ്പീഡാണ്. കയറ്റം ചവിട്ടി കാണാൻ പറ്റത്തില്ല. അപ്പോൾ മുന്നോട്ട് പോകാം. എൻ്റെ ഈ സിംഗിൾ സ്പീഡിന് ബ്രേക്ക് ഇല്ല ഗൈസ്. സസ്പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. സിനിയും തൊട്ടാണ് നമ്മൾ ചള്ളക്കകത്ത് കുളിക്കാൻ പോകുന്നതൊക്കെ. മഴയില്ലാത്തതുകൊണ്ട് വലിയ ചള്ളയില്ല ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പകുതി വഴിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ കയറ്റം കയറാൻ പോവാണ്. അപ്പോൾ ആ കയറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ മലയുടെ മുന്നിൽ എൻ്റെ സിംഗിൾ സ്പീഡ് ആയതുകൊണ്ട് ആ കയറ്റം കയറാൻ വേണ്ടി നമുക്ക് സ്പീഡ് ഒന്ന് ചെറിയ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനങ്ങോട്ട് പോയിട്ട് ഗൈസ്, നമ്മളിവിടെ കയറിയിട്ടുണ്ട്. സിംഗിൾ സ്പീഡ് നിന്ന് ചവിട്ടിയാൽ ഇത്ര വലിയ കയറ്റൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഗിയർ സൈക്കിൾ വരെ ഇനിയും കയറി വരും ഗൈസ്. ഓക്കെ, ഗൈസ്, ഇത് റോഡ് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഫ്രിക്ഷൻ ഒക്കെ വേണം. അയ്യോ, ചൂടും ഇനിയും കയറി ഉണ്ട്. അപ്പം ഗൈസ്, നമ്മൾ ഇതുകൊണ്ട് നോക്കാൻ പോകാം.
ഞാൻ കയറുന്നു. നമ്മളപ്പോ എത്തിയിട്ടുണ്ട്, ഇനി ഇറക്കണം. നമ്മളെ കൂട്ടുകാരൻ പകുതി വഴിയിലായിട്ടുണ്ട്. അവന്റെ കാലിന്റെ ലിഗമെന്റ് പോയിരിക്കണം. അയ്യോ കേറി വാടാ. അപ്പം ഗൈസ് ഈ സൈക്കിളിനെ പോരായ്മയെന്ന് വെച്ചാല് ഇത് എൻ്റെ സൈക്കിൾ റോഡ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് കിടന്ന് ഒത്തിരി കറങ്ങി ഗൈസ്. മൗണ്ടൻ ബൈക്കിൻ്റെ തൊട്ട് കയറി പോയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ ഉന്തിക്കൊണ്ട് വന്ന് ചവിട്ടിയൊക്കെ കയറ്റി ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഗൈസ് ഇതും ഗിയർ സൈക്കിളായിരുന്നു. പിന്നെ നമ്മൾ താഴെ അവിടെ ഒരു സൈക്കിൾ കിടപ്പുണ്ട് ഗൈസ്, മാക്സ് സിറ്റി. അതിൻ്റെ അത് ഗൈസ് ഞാൻ അങ്ങ് പോയിട്ട് സ്പീഡിൽ വന്നപ്പോഴാണ് അത്രയെങ്കിലും കയറിയത്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സിംഗിൾ സ്പീഡ് ഒട്ടും കയറത്തില്ല ഗൈസ്. അതാണ് അതിൻ്റെ പോരായ്മയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഫുള്ള് സസ്പെൻഷൻ ഇല്ല, ഗിയർ ഇല്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല. അതിൻ്റെ അകത്ത് ഫുള്ള് പോരായ്മയാണ്. ചുമ്മാ നമുക്ക് റോഡിലൊക്കെ ഓടിക്കാൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് അത് റോഡ് ബൈക്കാണ്. ഇതും അത് റോഡ് ബൈക്കാണ് ഗൈസ്. അപ്പോൾ മൗണ്ടൻ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പം നമ്മൾ ഇത്രയും കയറ്റം കയറിയപ്പോൾ ഉള്ള ന്യൂസ് ഗൈസ്. ഇനി നിങ്ങൾ നമ്മുടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നേരെ അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിന് അവൻ്റെ മൗണ്ടൻ ആയതുകൊണ്ട് ഗ്രിപ്പ് കിട്ടും കഴിച്ച് ഒട്ടും കിട്ടത്തില്ല. ചിലപ്പോൾ ഇറങ്ങി പോകും, അടിച്ച് വെക്കും, അങ്ങനെ എന്തുവാണെങ്കിലും ഇത്രയും കുത്തിറക്കാണ് നിങ്ങൾക്ക് അറിയാം. ഈ ചെറിയ മലയുടെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇത്ര ഇറക്കാണെന്ന് വെച്ചെന്നത് ബാറ്ററിക്ക് പിടിച്ചാണ് ഫുൾ ഇറങ്ങിയത്. കുഴപ്പമില്ലായിരുന്നു. ഡിസ്ക് ആയതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് ഉണ്ട്. ഇതുകൊണ്ട് ഇറങ്ങാൻ ഭയങ്കര പാടുന്നു. കൈയൊക്കെ വേദനെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ടായിരുന്നു ഇറങ്ങാൻ. പിന്നെ നമ്മൾ ഒരു ഇതിലിങ്ങി ഇറങ്ങി വന്നേ ഉള്ളൂ. ഈ ഡിസ്ക് ബ്രേക്ക് അല്ല, നോർമൽ ബ്രേക്ക് വെച്ച് നിങ്ങൾ ആരും ഇങ്ങനത്തെ സ്ഥലത്തൊന്നും പോയില്ലേ. ചിലപ്പം ബ്രേക്കൊക്കെ എളുപ്പം തേങ്ങ വഴി ബ്രേക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഗൈസ് കാണാതിരിക്കും അവൻ ഉമ്പിക്കൊണ്ട് വരുന്നുണ്ട്. പകുതി വരെ ഇത് കയറിയുള്ളായിരുന്നു. ബാക്കി 2 ഗിയറും കൊണ്ട് ഫുള്ള് വരെ പോയി. പിന്നെ എൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ കയറ്റിയിരുന്നു. പക്ഷേ എൻ്റെ സൈക്കിള് ഇച്ചിരി പണി കിട്ടി വീട്ടിലിരിക്കുകയാണ്. ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഒരു കയറ്റം കയറുവാനായിരുന്നു ഇന്ന്. പിന്നെ ഇവിടെ ഓഫ് റോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ വലിയ ചള്ളയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ ഈ കയറ്റം കയറി ഏകദേശം 1 വരെ നമ്മൾ കയറ്റിട്ടുണ്ട്. ഓക്കെ ഗൈസ്.